സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് നമ്മൾ പുതിയ ലെറ്റ്സ് പ്ലേ വേൾഡ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ ലെറ്റ്സ് പ്ലേ വേൾഡ് പോലെ എന്നല്ല, ഈ വേൾഡ് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. അത് ഈ വേൾഡിൽ കളിക്കും. ആദ്യത്തെ മരം നമ്മൾ ഇടിച്ചിട്ടുണ്ട്. ഇടിച്ചിട്ട് ഈ മരം ഫുള്ള് വെട്ടണം, അല്ലെങ്കിൽ ഞാൻ അത് ഹീറോ ബ്രെയിനാന്ന് പറയുമ്പോൾ കളിക്കും ഗൈസ്. തിരിച്ചിങ്ങോട്ട് വന്നാൽ ഈ സ്പോൺ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്പോൺ പോയിൻറ്റിൽ ആദ്യമായിട്ട് നമ്മൾ വീഴുന്ന സ്പോൺ പോയിൻറ്റിൽ ആ സ്പോൺ പോയിൻറ്റിൽ തിരിച്ച് പ്ലെയേഴ്സ് പോയിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. ഞാൻ പോയിട്ടില്ല ഇതുവരെ, ഞാൻ ഇനി പോകാനും പോകണില്ല. അതുകൊണ്ട് നമുക്കിനി ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിളും വേണം, ഒരു പിക്കാക്സും വേണം. എന്നിട്ട് നമുക്ക് താഴോട്ട് മൈൻഡ് ചെയ്യാം. സ്റ്റോൺ താഴോട്ട് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ ഇഷ്ടംപോലെ സ്റ്റോൺ കിടക്കണം. നമുക്ക് ഈ ആടിനെ തല്ലിക്കൊന്നാലോ. ആടിനെ കൊല്ലാം. ആടിനെ താകൊല്ലു. ഇവിടെ അല്ല വേണോ കൊല്ലവിടെ വേണോ അവിടെ. അയ്യോ, വെള്ളത്തിൽ മുങ്ങിപ്പോയി. അയ്യോ കുഴപ്പമില്ല, എനിക്ക് നീന്താൻ അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. അയ്യോ പണ്ട് നീന്താൻ അറിയായിരുന്നു ഗൈസ്, ശരിക്കും പണ്ട് എനിക്ക് നീന്താൻ അറിയായിരുന്നു. ഇപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ മുങ്ങിപ്പോണേ അവനവിടെ വെള്ളത്തിൽ മുങ്ങിപ്പോയി തോന്നുന്നു കേട്ടോ. വെള്ളത്തിൽ മുങ്ങിപ്പോയി. അതാണ് അവനങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പോവും. മുങ്ങിപ്പോയോന്നറിയില്ല കേട്ടോ, അതോ ചിലപ്പോൾ മുങ്ങിവേണ്ട. ഇതൊരു പട്ടിയല്ല പന്നീന് പട്ടി എന്നൊക്കെ പറയണോ? പന്നീനെയൊക്കെ പട്ടിയോ? പന്നീനെ പട്ടി എന്നൊക്കെ പറയണ ഗൈസ്. അങ്ങനെ നമുക്ക് ഇവനെ തല്ലിക്കൊല്ലണം. ഇവനെ മൂലക്കിട്ട് നമ്മൾ തല്ലിക്കൊല്ലുന്നതായിരിക്കും. പിന്നെ ഈ മൂലക്കിട്ട് ഈ കുഴിയിലിട്ട് നമ്മൾ തല്ലിക്കൊല്ലും. അവിടെ വാടങ്ങിട്ട് ഈ കുഴിയിലൊക്കെ ഇട്ട് നമ്മൾ തല്ലിക്കൊല്ലും. അതാണ് എൻ്റെ ഒരു ഹോബി. അങ്ങനെ നമ്മൾ പന്നീനെ തല്ലിക്കൊന്നു. പന്നിയുടെ മനസ്സിൽ ഞാൻ രാവിലെ എണീറ്റ് നടക്കുന്നു, ഏതോ ഒരു വന്നെന്നെ തല്ലിക്കൊല്ലുന്നു, ഏതോ ഒരു കഴിവട്ടം വന്നെന്നെ തല്ലിക്കൊല്ലുന്നു. അതാണ് പന്നിയുടെ കണ്ണിൽ കാണുന്നത്. പക്ഷെ നമ്മുടെ കണ്ണിൽ പന്നി ഫുഡാണ്. പന്നി മൊത്തം ഫുഡാണ് ഗൈസ്. അതെ, പന്നി ഫുഡാണ്. പന്നി ഈസ് എ ഗ്രേറ്റ് ഫുഡ്. ഇനി ഈ സ്റ്റോണൊക്കെ കിട്ടിയിട്ട് നമുക്ക് 23 സ്റ്റോണ് 21 ആവശ്യമില്ല. നമുക്കൊരു 20 എണ്ണമൊക്കെ ഇത്രയൊക്കെ മതി. 23 എണ്ണമൊക്കെ മതിയാവും. 24 സ്റ്റോൺ കല്ലൊക്കെ ധാരാളം. 17 കല്ല് തന്നെ മതി എല്ലാം ഉണ്ടാക്കാൻ. നമുക്ക് ഈ സാധനത്തിൻ്റെ അടിയിലൊന്ന് പോയിട്ടില്ല. എല്ലാവരും ശ്വാസം പിടിച്ചിരുന്നു. അത്ര വലിയ ആഴൊന്നുമില്ലല്ലേ? അത്ര വലിയ ആഴൊന്നുമില്ല. ഒരാൾ തയ്ച്ചുള്ളൂ. ഒട്ടായില്ല. ഇങ്ങനെയുള്ള കുണ്ടുകൾ. ഷെല്ലല്ല എൻ്റെ കയ്യിലിരിക്കണത്. ഷെല്ല് അവനെന്ന് ഞാൻ തല്ലിക്കൊല്ലും. ഇന്നവനെ ഞാൻ തല്ലിക്കൊന്നിരിക്കും. ഇതെന്തവൻ കാണിക്കണം, കിടന്ന് കറങ്ങി. ഇവനെന്തെന്നെ അടിക്കണുണ്ടല്ലേ? ഞാൻ വിചാരിച്ച പാവം മറ്റേ ഡ്രോണാണെന്ന്. പാവം ഡ്രോണേ. അത് ഈ മൈൻക്രാഫ്റ്റിൽ ഞാൻ മുങ്ങിച്ചാവണേ. അയ്യാ, ഇതെനിക്ക് പറഞ്ഞു. എനിക്ക് നീന്താനൊന്നും അത്ര അറിയില്ല. ഞാനിപ്പോൾ മുങ്ങിച്ചാവണേ. അയ്യാ, ഷെല്ല് കിട്ടി. ഷെല്ല് കൊണ്ട് നമുക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഇനി നമുക്ക് സ്റ്റോൺ കിട്ടി. അങ്ങനെ ഇനി നമ്മൾ സ്റ്റോൺ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ സ്റ്റോൺ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു.
ചെയ്തില്ല, ചെയ്യാൻ പോവും. ചെയ്തു. ഇനി ഒരു ഫർണസും കൂടെ നമുക്ക് ഉണ്ടാക്കണം. ഇനി ഈ സ്റ്റോണൊക്കെ എടുത്ത് ഉള്ളിൽ വെക്ക്, ഇൻവെൻട്രീൻ്റെ ഉള്ളിൽ വെക്ക്. ചേട്ടതെന്തത് ഫുഡൊക്കെ മുമ്പിലിരിക്കട്ടെ. നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോവാം. ഇതൊരു പൊട്ട സ്ഥലമായിപ്പോയി. ബർച്ച് ഫോറസ്റ്റ് നല്ല സ്ഥലമൊക്കെ തന്നെയാണ്, പക്ഷേ നല്ലൊരു പൊട്ട സ്ഥലമാണ് അത്. അങ്ങനെ നല്ലൊരു പൊട്ട സ്ഥലം. അയ്യോ എന്തത്, എപ്പോഴും വന്ന് കുഴി ചാടിക്കൊണ്ടിരിക്കും. നമുക്ക് ആ പന്നീനും കൂടെ തല്ലി കൊല്ലാം. പാടോടാ. വെട്ട് രണ്ട് വെട്ടിനുള്ളതൊക്കെ ഉള്ളത്. അതാ ഒരു ഷീപ്പ് കൂടും. നമുക്ക് ആ ഷീപ്പിനെ തല്ലിക്കൊല്ലാം. ഈ വട 2 വെട്ട് അതിനുള്ളിൽ തീർത്ത്. ഇതെന്താ ഇവിടെ ഒരു ഡാർക്ക് ഓക്കിൻ്റെ മരം? ഡാർക്ക് ഓക്ക് എന്താ ഇവിടെ? ഇത് ബർച്ച് ഫോറസ്റ്റ് അല്ലേ? എന്തേലും ആവട്ടെ, എന്തേലും ഒരു ഫോറസ്റ്റ് ആവട്ടെ. ഇനി മൊത്തം ഈ വെള്ള കളറിൻ്റെ മരമാണ്. ചില സ്ഥലമുണ്ട് ഒരു ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, ആ ഭയം എനിക്ക് തീരെ ഇഷ്ടമല്ല. നമുക്കിനി കുറച്ച് വുഡ് എടുക്കാം. ഈ വുഡ് എടുത്തിട്ട് നമുക്ക് ഈ സാധനമൊക്കെ വെച്ച് സ്മെൽറ്റ് ചെയ്യാൻ എന്തെങ്കിലും വേണമല്ലോ. എന്നുവെച്ചാൽ ഈ ഇതൊക്കെ വേവിക്കാൻ എന്തെങ്കിലും വേണമല്ലോ. ഇവിടെ മറ്റേ ലീവ്സൊന്നും കിടക്കണില്ല. സാധാ ഓക്ക് ഫോറസ്റ്റിലാണെങ്കിൽ ലീവ്സ് കുറേ ഉണ്ടാവും. ആ ലീവ്സ് കുറച്ചെടുത്താൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, സ്മെൽറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫുഡും അയണും അങ്ങനത്തെ ഓറും ഫുഡൊക്കെ. അത് പംകിനല്ലേ? അത് പംകിനാണ്. അപ്പോൾ ഇവിടെ അടുത്ത് എവിടെയോ വില്ലേജ് ഉണ്ട്. അങ്ങനെ നമുക്ക് വില്ലേജ് തപ്പി പോകേണ്ട ആവശ്യമുണ്ട്. ഈ പംകിൻ കിട്ടിയ വില്ലേജ് ഉണ്ടാവും. പംകിൻ എന്തായാലും വില്ലേജ് ഉണ്ടാവും. സാധ്യതയുണ്ട്, എന്തായാലും ഇനി വില്ലേജ് ഉണ്ടാവും. നമുക്ക് പോയി നോക്കാം. നമുക്ക് എന്തായാലും പോയി നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതെന്തായാലും വില്ലേജ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. നമുക്ക് എന്തായാലും പോയി നോക്കണം. നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മളിതാ വില്ലേജ് തപ്പി ഇറങ്ങിയിട്ടുണ്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വില്ലേജൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കണ്ടുപിടിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് ബൈ.